സൈനിക നടപടികൾ ശക്തമാക്കി ഭാരതം. ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. സായുധ സേനാ മേധാവിമാരുള്ള നിർണായക യോഗത്തിലായിരുന്നു തീരുമാനം. അതേസമയം ഇന്ത്യ ആക്രമിക്കാനൊരുങ്ങുന്നുവെന്ന് പാകിസ്ഥാൻ UN-ൽ പരാതി പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കഴിഞ്ഞ ദിവസം സൈനിക മേധാവിമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയുണ്ടായി. അവർക്ക് ഈ കാര്യത്തിൽ ഏത് നിലപാട് സ്വീകരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അത് ഒരു ഭാഗത്ത് നടക്കുന്നു. സൈനിക നടപടി ഏതു രീതിയിലായിരിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയേണ്ട ഒരു വസ്തുത തന്നെയാണ്. പതിവ് പോലെ പാകിസ്ഥാൻ UN-ൽ ഇരവാദവും ഉന്നയിക്കുന്നുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്നും ഈ പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുമൊക്കെയുള്ള പതിവ് ഇരവാദം പാകിസ്ഥാനും ഉയർത്തുന്നുണ്ട്. എങ്ങനെ കാണാം? രോഹിണി, നിലവിൽ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഭാരതം. അതിർത്തി മേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നൽകിയിരുന്നു. അതായത് ഗ്രൗണ്ടിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായി സൈനിക മേധാവിമാർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം 2014 മുമ്പ് സൈന്യത്തിന്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ വിമർശനം ഉയർന്നിരുന്നത് ഒരു വെടിയുതിർക്കാൻ തിരിച്ചിങ്ങോട്ടൊരു അക്രമം ഉണ്ടാകുമ്പോൾ തിരിച്ച് ആക്രമിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഡൽഹിയിലേക്ക് വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ് പട്ടാളത്തിന് എന്നൊരു വിമർശനം മുൻപ് 2014 മുൻപ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ വലിയ മാറ്റം കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ സൈന്യം സുശക്തമാക്കുമ്പോഴും അതിന് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം സൈന്യത്തിന് വിട്ടു നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. ഒരു തീരുമാനം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പഹൽഗാമിന് തിരിച്ചടി നൽകണമെന്നുള്ളത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണ്. അതിന്റെ സമയം അത് ഏത് രീതിയിലാകണം, അതിന്റെ സാഹചര്യം പരിശോധിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് വിട്ടു നൽകുന്നു എന്നുള്ളതാണ് ഇന്നലെ സംയുക്ത സേനാ മേധാവിയും ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പ്രതിരോധ മന്ത്രിയും നമ്മുടെ സായുധ സേനാ മേധാവിമാരും കര വ്യോമ നാവിക സേനകളുടെ മേധാവിമാരും പങ്കെടുത്ത യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സൈനിക നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം, ഈ ഇത്തരത്തിലുള്ള സൈനിക നടപടി ഭാരതം നടത്തുമ്പോൾ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന പരാതി ഇതിനോടകം പാകിസ്ഥാൻ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ട്. മുൻപ് നമുക്കറിയാം ഭീകരവാദികളെ കടത്തിവിട്ട് അതിന് പിറകിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭീകരവാദവുമായി ബന്ധമില്ല എന്ന ന്യായീകരണം എപ്പോഴും പറയുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ വിഷയത്തിൽ കനത്ത നടപടിയും കടുത്ത നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും കടുത്ത ഭാഷയിലുള്ള മറുപടിയാണ് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയിൽ തന്നെ പാകിസ്ഥാൻ മര്യാദയില്ലാത്ത രാജ്യമാണെന്നും ഭീകരവാദത്തിന് എല്ലാ പിന്തുണയും നൽകുന്നത് പാകിസ്ഥാനാണ്, അത്തരം പാകിസ്ഥാന്റെ നടപടികൾ ഈ മേഖലയെ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തുന്നു എന്ന കൃത്യമായ വസ്തുതകൾ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുൻപിൽ ഭാരതം തുറന്നു കാട്ടിയിരുന്നു. നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിനൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് പാകിസ്ഥാനും ഒപ്പം ലോകരാഷ്ട്രങ്ങൾക്കും കൃത്യമായിട്ടുള്ള സൂചനയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു പരാതി പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് തന്നെ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുൻപിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്ര സഭ ഇടപെടണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ UN-ൽ എത്രത്തോളം അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നിലവിൽ ഭാരതത്തെ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെയും കനത്ത സാമ്പത്തിക സൈനിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയും ഭാരതത്തിൻ്റെ പൗരന്മാരുടെ ചോര വീഴ്ത്തിക്കൊണ്ട്, അത് സാധാരണക്കാരും വിനോദസഞ്ചാരികളുടെയും ചോര വീഴ്ത്തിക്കൊണ്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. അതിന് കൃത്യമായ തിരിച്ചടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ യോഗങ്ങൾ കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് നടന്നിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരും. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി ഇന്ന് വീണ്ടും യോഗം ചേരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിറകെ അടിയന്തരമായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യസമിതി യോഗം ചേരുകയും കര വ്യോമ നാവികസേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിറകെ ജമ്മു കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും സൈനിക നടപടി പുരോഗമിക്കുന്നതിന് സമാനമായി രാജ്യതലസ്ഥാനത്ത് പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തിൽ നിർണായകമായ യോഗങ്ങൾ ചേർന്നിരുന്നു. ഏതായാലും ഭീകരവാദികൾക്ക് മറക്കാനാകാത്ത തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൈനിക നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ വേളയിലാണ് ഇന്ന് വീണ്ടും രാജ്യതലസ്ഥാനത്ത് നിർണായകമായ യോഗങ്ങൾ നടക്കുക. മന്ത്രിസഭാ യോഗം ചേരും. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയുടെ
സുരക്ഷാ കാര്യസമിതിയും യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. രോഹിണി. ശരി ജിഷ്ണു, സൈനിക നടപടികൾ ശക്തമാക്കി ഭാരതം. ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇന്നും നിർണായക യോഗങ്ങൾ ദില്ലിയിൽ ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.